നമസ്കാരം. ഞാൻ ഈ കാണിച്ചിരിക്കുന്ന സ്ക്രീൻഷോട്ട് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കിക്കേ. ഇത് ഉത്തർപ്രദേശിൽ നടന്ന ഒരു സംഭവത്തിന്റെ വാർത്തയാണ്. ഉത്തർപ്രദേശിൽ നിന്ന് ഇപ്പൊ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് ഇത്തരം സംഭവങ്ങളുടെ വാർത്തകൾ നിരവധി നമ്മൾ കേൾക്കാറുണ്ട്. ഓരോ ദിവസവും ഓരോ വാർത്തകളും ഓരോ ഇൻസിഡന്റും ഉണ്ടാകാറുണ്ട്. കൂടുതലും അവിടെയുള്ള മൈനോറിറ്റീസ് ആയിട്ടുള്ള മുസ്ലിംസിന് നേരെയുള്ള പ്രശ്നങ്ങളാണ് നമ്മൾ കൂടുതൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അവിടെയുള്ള മുസ്ലിങ്ങളുടെയൊക്കെ തന്നെ പള്ളികളെ ടാർഗറ്റ് ചെയ്യുക, ആ പള്ളികളൊക്കെ തന്നെ ക്ഷേത്രങ്ങൾക്ക് മുകളിലാണ് പണിഞ്ഞു വെച്ചത് എന്ന് അവകാശപ്പെടുന്നു. പള്ളികളുടെയൊക്കെ അടിവാരം തോണ്ടുന്നു, അവിടെ നിന്ന് വിഗ്രഹങ്ങൾ കണ്ടെടുക്കുന്നു, 5ഓളം ക്ഷേത്രങ്ങൾ കണ്ടെത്തുന്നു. അതുമൂലം തന്നെ അവിടെയുള്ള മുസ്ലിങ്ങൾക്കൊക്കെ തന്നെ അവരുടെ വീട് പോലും ഉപേക്ഷിച്ചു പോകേണ്ട അവസ്ഥയാണ്. അവിടുത്തെ മൈനോറിറ്റീസിന്റെ അവകാശങ്ങളൊന്നും തന്നെ സംരക്ഷിക്കപ്പെടുന്നില്ല. അവർക്ക് തിരിച്ച് സംസാരിക്കാൻ പോലുമുള്ള അവകാശം അവിടെ ഇല്ല. ആ ഒരു അവസ്ഥയാണ്. ഇപ്പോഴേ ക്രിസ്ത്യൻസിന് നേരെയും ഇതേപോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. ഇത് ക്രിസ്മസ് ദിവസം ഉണ്ടായ സംഭവമാണ്. ലക്നൌവിലുള്ള വളരെ ഹിസ്റ്റോറിക്കലി ഫേമസ് ആയിട്ടുള്ള ഒരു റോമൻ കത്തോലിക് ചർച്ച്. ആ ചർച്ചിൽ ക്രിസ്മസ് ദിവസം അവിടെയുള്ള ക്രിസ്ത്യൻസ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, ക്രിസ്ത്യാനികളൊക്കെ തന്നെ ക്രിസ്മസ് ദിവസം പള്ളികളിൽ പോയി പ്രാർത്ഥന നടത്താറുണ്ട്. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് 1000ഓളം പേര് ആ പള്ളിയിൽ ഉണ്ടായിരുന്നു. പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഒരു പറ്റം ഹിന്ദുക്കള് ആ പള്ളിയുടെ വെളിയിൽ വന്ന് ഹരേ രാമ ഹരേ കൃഷ്ണ എന്ന് പറയുന്ന കീർത്തനം ചൊല്ലി ഉറക്കെ വിളിച്ചു കൂവാണ്. ഉറക്കെ വിളിച്ചു കൂവി കൈകൊട്ടി പാടുവാണ്. അവർക്ക് അമ്പലങ്ങളിൽ പോയി പാടാം, ഓഡിറ്റോറിയം ഒക്കെ എടുത്ത് അവിടെ പോയി പാടാം, വീടുകളിൽ പാടാം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലുമൊക്കെ പബ്ലിക് പ്ലേസിൽ പോയി പാടാം. പള്ളിയുടെ മുറ്റത്ത് തന്നെ വന്നിന്ന് പാടുകയാണ്. അത് മനഃപൂർവ്വമല്ലേ? മനഃപൂർവ്വം ഒരു പ്രശ്നമുണ്ടാക്കാനല്ലേ? ആ പള്ളിക്കകത്ത് നിന്ന് പ്രാർത്ഥിക്കുന്ന ആ ജനങ്ങളെ ഡിസ്റ്റർബ് ചെയ്യാൻ വേണ്ടിയിട്ടല്ലേ അവർ ഇങ്ങനെ ഒരു പരിപാടി കാണിച്ചത്? വളരെ മോശമായിട്ടുള്ളൊരു പരിപാടിയാണ്. ഇതൊക്കെ കേൾക്കുമ്പോൾ സത്യത്തിൽ പുച്ഛമാണ് തോന്നുന്നത്. ക്രിസ്മസ് ദിവസം ഇത്തരത്തിലുള്ള നിരവധി പ്രശ്നങ്ങൾ രാജ്യത്തിന്റെ അങ്ങും ഇങ്ങും എന്നൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഈവൻ നമ്മുടെ കേരളത്തിൽ നിന്ന് പോലും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ക്രിസ്ത്യാനികൾക്ക് നേരെ ഇത്തരത്തിലുള്ള നിരവധി പ്രശ്നങ്ങൾ ക്രിസ്മസ് ദിവസം ഉണ്ടായിട്ടുണ്ട്. ഈവൻ കേരളത്തിൽ നടന്ന സംഭവങ്ങളൊക്കെ തന്നെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ. സ്കൂളുകളിലേക്ക് കയറി ചെല്ലുക, കുഞ്ഞുങ്ങളെ ക്രിസ്മസ് ആഘോഷിക്കാൻ അനുവദിക്കാതെ ഇരിക്കുക, പുൽക്കൂട് പൊളിച്ചു മാറ്റുക, കരോള് ഗാനം പാടാൻ അനുവദിക്കാതെ ഇരിക്കുക, അങ്ങനെ നിരവധി സംഭവങ്ങൾ കേരളത്തിൽ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഈവൻ കഴിഞ്ഞ ദിവസം മധ്യപ്രദേശിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടായി. ക്രിസ്മസ് ദിവസം സൊമാറ്റോ ഡെലിവറി ഏജന്റുമാർക്കൊക്കെ തന്നെ സാന്റാക്ലോസിന്റെ യൂണിഫോം സൊമാറ്റോ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ കോസ്റ്റ്യൂം പ്രൊവൈഡ് ചെയ്തു. ആ കോസ്റ്റ്യൂം ഇട്ടുകൊണ്ട് ഡെലിവറി നടത്താൻ വേണ്ടിയിട്ട്. അത്തരത്തില് ആ കോസ്റ്റ്യൂം ഇട്ട് ഡെലിവറി നടത്തിക്കൊണ്ടിരുന്ന ഒരു ഡെലിവറി ബോയിയെ തടഞ്ഞു നിർത്തി അയാളെയും കൊണ്ട് ആ യൂണിഫോം അഴിപ്പിച്ചു ആൾക്കാര്. എന്തിനാണ് ഈ സാന്റാക്ലോസിന്റെ യൂണിഫോം ഇട്ടേക്കുന്നത്? നിങ്ങൾ എന്തുകൊണ്ടാണ് കാവി വസ്ത്രം ധരിക്കാത്തത്? അല്ലെങ്കിൽ ഹിന്ദുക്കളുടെ ഫെസ്റ്റിവലിന് ആരും തന്നെ ഇങ്ങനെ വസ്ത്രങ്ങളൊന്നും ധരിക്കാറില്ലല്ലോ, ഹിന്ദുക്കളുടെ വസ്ത്രങ്ങളൊന്നും ധരിച്ചല്ലോ നിങ്ങൾ ഡെലിവറി നടത്താറുള്ളത് എന്ന ചോദ്യം ചോദിച്ചുകൊണ്ടാണ് ആ സൊമാറ്റോ ഡെലിവറി ഏജന്റിനെയും കൊണ്ട് സാന്റാക്ലോസിന്റെ കോസ്റ്റ്യൂം അഴിപ്പിച്ചത്. എന്തൊരു അസഹിഷ്ണുതയാണെന്ന് നോക്കിക്കേ. ഇപ്പൊ രാജ്യത്തിനുള്ളിൽ ഇത്തരത്തിലുള്ള പല സംഭവങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ശരിക്കും എനിക്ക് ഏറ്റവും കൂടുതൽ വിഷമം തോന്നുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ? ഇവരൊക്കെ ശ്രീരാമൻ എന്ന് പറയുന്ന മഹത് വ്യക്തിയുടെ പേരാണ് ഇതിനു വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് എന്ന് ആലോചിക്കുമ്പോഴാണ് ഒരു ഹിന്ദു എന്ന രീതിയിൽ എനിക്ക് വളരെയധികം വിഷമം തോന്നുന്നുണ്ട്. ശ്രീരാമൻ എന്ന് പറയുന്ന അദ്ദേഹത്തിന് ദൈവം എന്ന രീതിയിലോ അല്ലെങ്കിൽ രാജാവ് എന്ന രീതിയിലോ ഉത്തമനായിട്ടുള്ള ഒരു പുരുഷൻ എന്നാണ് അദ്ദേഹത്തെ അറിയപ്പെടുന്നത്. വളരെ റൈറ്റിയസ് ആയിട്ടുള്ള ഒരു രാജാവ്, ധർമ്മം പുലർത്തിക്കൊണ്ടിരുന്ന കമ്പാഷനും ലോയൽറ്റിയും ഒക്കെ തന്നെ വെച്ച് പുലർത്തിയിരുന്ന ഒരു രാജാവിന്റെ പേരാണ് ഇവന്മാരെല്ലാവരും കൂടെ ചേർന്നിട്ട് മനഃപൂർവ്വം കളങ്കപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. രാമായണം വായിക്കുന്നവർക്കറിയാം, സത്യത്തില് സ്വന്തം രാജ്യവും സ്വത്തും എല്ലാം ഉപേക്ഷിച്ച് അച്ഛന്റെ വാക്ക് സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് 14 വർഷം വനവാസം സ്വീകരിച്ച ഒരു രാജാവാണ് അദ്ദേഹം. അതേപോലെ സ്വന്തം പ്രജകൾക്ക് വേണ്ടിയിട്ട് എന്തും ചെയ്യാൻ അദ്ദേഹം തയ്യാറായിരുന്നു. പ്രജകൾക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം ചെയ്യുമായിരുന്നു. പ്രജകളോടൊക്കെ തന്നെ അത്രയും സ്നേഹവും കമ്പാഷനും ഒക്കെ തന്നെ വെച്ചു പുലർത്തിയിരുന്ന ഒരു രാജാവ്, പ്രജാക്ഷേമത്തിന് ഉപരിയായിട്ട് യാതൊന്നും കാണാത്തൊരു രാജാവ്, ആ രാജാവിന്റെ ആ ഒരു ദൈവത്തിന്റെ പേര് പറഞ്ഞ് ഈ രീതിയിലുള്ള വൃത്തികേടുകൾ കാണിക്കുന്നത് ഒരിക്കലും അംഗീകരിക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല. ഇത് സത്യത്തിൽ വളരെയധികം മോശപ്പെട്ട ഒരു കാര്യമാണ്. ഇവർ പറയുന്നത് ഈ സാന്റാക്ലോസിന്റെ കോസ്റ്റ്യൂം ഒക്കെ ധരിക്കുന്നത് മതം മാറ്റാൻ വേണ്ടിയിട്ടാണ്. സാന്റാക്ലോസിന്റെ കോസ്റ്റ്യൂം ധരിച്ചു കഴിഞ്ഞാൽ അത് മതം മാറുന്നതിന് തുല്യമാണ്. ക്രിസ്മസ് ആഘോഷിക്കുന്നത് മതം മാറ്റാനാണ്. ക്രിസ്മസ് എന്ന് പറയുന്ന ഒരു ഫെസ്റ്റിവലെ ക്രിസ്ത്യാനികൾ ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നത് മറ്റുള്ളവരെ മതം മാറ്റാനാണ് എന്ന രീതിയിലുള്ള മിസ്അണ്ടർസ്റ്റാൻഡിങ്ങുകളാണ് പരത്തിക്കൊണ്ടിരിക്കുന്നത്. ഈവൻ നമ്മുടെ കേരളത്തിലും അങ്ങനത്തെ സംഭവങ്ങൾ ഉണ്ടാകുന്നു.
വിവരവും വിദ്യാഭ്യാസവും ഉള്ള ആൾക്കാരുടെ ഇടയിൽ ഇത്തരത്തിലുള്ള വിവരദോഷങ്ങളൊന്നും ഉണ്ടാവത്തില്ല. പക്ഷേ വിവരവും വിദ്യാഭ്യാസവും ഉണ്ട് എന്ന് അവകാശപ്പെടുന്ന ആൾക്കാരുടെ ഇടയിലാണ് ഇപ്പൊ ഇത്തരത്തിലുള്ള അസുഖങ്ങളൊക്കെ പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനെ അസുഖം എന്ന് തന്നെ പറയണം. ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മാനസിക വൈകൃതമാണിത്, മനസ്സിനെ ബാധിക്കുന്ന ഒരു അസുഖമാണിത്. ആ അസുഖം ഇങ്ങനെ പലരിൽ നിന്ന് പലരിലേക്ക് പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ അസുഖം നമുക്ക് പകരാൻ വേണ്ടിയിട്ട് നമ്മൾ അനുവദിക്കരുത്. നമ്മളിലേക്ക് അത് പകരാതിരിക്കുക, നമ്മുടെ വീട്ടുകാരിലേക്ക് അത് പകരാതെ നമ്മൾ സൂക്ഷിക്കുക. അത് മറ്റുള്ളവരിലേക്കും പകർന്നു കൊടുക്കാൻ വേണ്ടിയിട്ട് പല ആൾക്കാരും ശ്രമിക്കുന്നുണ്ട്. അതുകൊണ്ടാണല്ലോ ഇങ്ങനെ മിസ്അണ്ടർസ്റ്റാൻഡിങ് പരത്തുന്നത്. നേരത്തെ മുസ്ലിങ്ങളെ കുറിച്ചിട്ടായിരുന്നു ഇതുപോലെയുള്ള തെറ്റിദ്ധാരണകൾ പരത്തിക്കൊണ്ടിരിക്കുന്നത്. മുസ്ലിങ്ങൾ മറ്റു മതസ്ഥരെ മതം മാറ്റാൻ വേണ്ടി നോക്കുന്നു, മറ്റു മതസ്ഥരെ അവർ ഉപദ്രവിക്കും, മുസ്ലിങ്ങൾ ഈ നാടിന് ആപത്താണ് എന്ന രീതിയിലുള്ള തെറ്റിദ്ധാരണകളായിരുന്നു അവർ പരത്തിക്കൊണ്ടിരുന്നത്. ഇപ്പൊ ക്രിസ്മസ് ദിവസം ക്രിസ്ത്യാനികൾ മതം മാറ്റാൻ നോക്കാൻ വേണ്ടിയിട്ടാണ് ഈ രീതിയിലുള്ള ഫെസ്റ്റിവൽ ആഘോഷിക്കുന്നത്. അവർ തരുന്ന കേക്ക് വാങ്ങിച്ച് കഴിക്കാൻ പാടില്ല. എന്തോന്നടേ, ഭക്ഷണത്തിൽ പോലും ഇങ്ങനെ മതം പറയുന്നത് വളരെ മോശമാണ്. നമുക്ക് വിശപ്പ് അകറ്റാൻ വേണ്ടിയിട്ടുള്ള സാധനമാണ് ഈ ഭക്ഷണം. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. രോഗം, ദുരിതം, പട്ടിണി ഇത്തരത്തിലുള്ള കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും മാരകമായിട്ടുള്ള അവസ്ഥയാണ്. പട്ടിണി ഏറ്റവും മാരകമായിട്ടുള്ള ഒരു അവസ്ഥയാണ്. ഒരു നേരത്തെയെങ്കിലും വിശപ്പടക്കണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികളൊന്നും തന്നെ ഈ രീതിയിൽ മതം പറഞ്ഞിട്ട് വഴക്കുണ്ടാക്കാൻ വേണ്ടി പോവില്ല. ഒരിക്കലും അവർക്ക് മതം എന്ന് പറയുന്നത് ബാധകമല്ല. അവർക്ക് അവരുടെ ദൈവം എന്ന് പറയുന്നത് ഭക്ഷണമാണ്. അപ്പം അങ്ങനെയുള്ള നിരവധി ആൾക്കാർ നമ്മുടെ രാജ്യത്തുണ്ട്. അങ്ങനെയുള്ള ആൾക്കാരെയൊക്കെ കണ്ടെത്തി അവർക്ക് വേണ്ടിയുള്ള സഹായങ്ങൾ ചെയ്യും. ഈ ശ്രീരാമന്റെ പേര് പാടി പുകഴ്ത്തുന്ന ആൾക്കാർ ആദ്യം ചെയ്യേണ്ടത് അതാണ്. ശ്രീരാമന്റെ പേര് വാനോളം ഉയർത്തണം എന്നുണ്ടെങ്കിൽ, ഭഗവാൻ ശ്രീരാമനെ അത്ര കണ്ട് എല്ലാവരും ബഹുമാനിക്കണം എന്നുണ്ടെങ്കിൽ ഈ രീതിയിലുള്ള പ്രവർത്തികളല്ല ചെയ്യേണ്ടത്. നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. എല്ലാവർക്കും അവരവരുടെ വിശ്വാസം വലുതാണ്. ഇപ്പൊ എനിക്ക് എൻ്റെ വിശ്വാസം വലുതാണ് എന്നതുപോലെ വേറൊരു വ്യക്തിക്ക് അവരുടെ വിശ്വാസം വലുതായിരിക്കും. അപ്പൊ അവരുടെ വിശ്വാസങ്ങൾ വെച്ച് പുലർത്തി മുന്നോട്ട് പൊക്കോട്ടെ. നമ്മളിലേക്ക് ഒരാൾ മറ്റൊരാളുടെ വിശ്വാസം അടിച്ചേൽപ്പിക്കുന്നിടം വരെ അവിടെ യാതൊരു രീതിയിലുള്ള പ്രശ്നവും ഉണ്ടാകുന്നില്ല. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, വളരെ ബേസിക് ആയിട്ടുള്ള ഇത്തരം അറിവുകളൊക്കെ എന്തുകൊണ്ടാണ് മനുഷ്യന്റെ ഉള്ളിൽ നിന്ന് മാഞ്ഞു പോകുന്നത്? ഇതുകൊണ്ടായിരിക്കും പണ്ടുള്ളവർ പറയുന്നത് കലിയുഗത്തിൽ എല്ലാവരുടെയും ഉള്ളിൽ ഇരുട്ട് നിറയുമെന്നുള്ളത്. ഇതായിരിക്കാം ചിലപ്പോൾ നിറയുന്ന ഇരുട്ട്. വളരെ കറക്റ്റാണ്. പണ്ടുള്ള പൂർവികന്മാർ പറഞ്ഞു വെച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ വളരെ കറക്റ്റാണ്. ഇപ്പോൾ ആൾക്കാർക്ക് വിവരവും വിദ്യാഭ്യാസവും ഉണ്ടെങ്കിൽ പോലും ശാസ്ത്രം ഒരുപാട് വളർന്നു, ടെക്നോളജിക്കലി നമ്മൾ ഒരുപാട് വളർന്നു. ഈവൻ നമ്മൾ അന്യഗ്രഹത്തിലേക്ക് പോലും പോകാൻ വേണ്ടിയിട്ട് തയ്യാറായി നിൽക്കുകയാണ്, ഒരുങ്ങി നിൽക്കുകയാണ്. നമ്മുടെ ആകാശത്തിനപ്പുറം എന്തുവാണെന്ന് നേരത്തെ അറിയില്ലായിരുന്നു. ഇപ്പൊ ആകാശത്തിനപ്പുറം എന്തുവാണെന്ന് നമുക്കറിയാം. ഈ പ്രപഞ്ച രഹസ്യങ്ങളെക്കുറിച്ചും പ്രപഞ്ചത്തിന്റെ സത്യങ്ങളെക്കുറിച്ചും ഒക്കെ എല്ലാ കാര്യങ്ങളും നമുക്കിപ്പോൾ അറിയാം. പക്ഷേ അങ്ങനത്തെ ഇൻഫർമേഷനൊക്കെ നമുക്കിപ്പം അറിയാമെങ്കിലും, ടെക്നോളജിക്കലി നമ്മൾ വളർന്നുവെങ്കിലും, ശാസ്ത്രപരമായിട്ട് നമ്മൾ വളർന്നുവെങ്കിലും ഇപ്പോഴും ഇന്ത്യക്കാർ ഈ രീതിയിൽ താഴോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്, അധപ്പതിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമുക്ക് അൾട്ടിമേറ്റ്ലി എന്താണ് വേണ്ടത്? ഒരു രാജ്യത്തിന്റെ പുരോഗതിക്ക് വേണ്ടിയിട്ട്, പുരോഗമനത്തിന് വേണ്ടിയിട്ട് എന്താണ് വേണ്ടത് എന്ന് മനസ്സിലാക്കി അത് ചെയ്യുകയല്ലേ ചെയ്യേണ്ടത്? റിയൽ ആയിട്ടുള്ള സിറ്റിസൺസിന്റെ കടമ അതാണ്. അത് മനസ്സിലാക്കാതെ ഈ രീതിയിലുള്ള പൊട്ടത്തരം കാണിക്കുവാണ് പല ആൾക്കാരും. എന്നിട്ട് ശ്രീരാമന്റെ പേര് അതിനു വേണ്ടിയിട്ട് ഉപയോഗിക്കുവാണ്. ദയവ് ചെയ്തിട്ട് ആ മഹാനായിട്ടുള്ള മനുഷ്യന്റെ പേര് ഇതിനു വേണ്ടി ഉപയോഗിക്കാതിരിക്കുക.